ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 13ാമത്തെ എപ്പിസോഡ് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇവിടുന്ന് വെച്ചാൽ നമുക്ക് എലൈറ്റർ എടുക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡ്രാഗനെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യമാണ് ഈ ബെഡ്റോക്കിന്റെ മണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രാഗന്റെ എഗ് എടുക്കാൻ മറന്നുപോയി. നമുക്കിതങ്ങ് എടുത്തേക്കാം. ഒട്ട് സമയം കളയാതെ അതെങ്ങോട്ട് ചെരിപ്പോട്ടെ. അപ്പോൾ ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ വേണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചിലർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുതരാം. നമ്മൾ അവിടെ ചെന്ന് റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ ഇതെങ്ങോട്ടായാലും ടെലിപ്പോർട്ടായി മാറും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ബ്ലോക്ക്, 2 ബ്ലോക്ക് കുടിച്ചിട്ട് അതിൻ്റെ അടിയിലൊരു ബ്ലോക്ക് കുടിച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ടോർച്ച് വെച്ചിട്ട് ഈ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചളഞ്ഞാൽ മതി ഗൈസ്. അപ്പം ഈ നമ്മുടെ ഡ്രാഗൻ്റെ എഗ്ഗ് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. കണ്ടില്ലേ എന്തി ഗൈസ്, ഡ്രാഗൻ്റെ ഇതൊക്കെ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ കാണിച്ചു. അപ്പോൾ നമുക്ക് ഈ കുഴി അങ്ങ് മൂടിയേക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ഇന്നത്തെ ഗോൾസ് പറഞ്ഞേക്കാം. നമുക്ക് മാക്സിമം 2 എലൈറ്ററെങ്കിലും എടുക്കാൻ നോക്കണം. പിന്നെ നമുക്ക് കിട്ടുന്ന ഷൾക്കർ ബോട്ട്സ് എല്ലാം കൊണ്ടുവരണം. പിന്നെ നമുക്ക് എൻ്റെ സിറ്റിയിലെ അത് ഫുള്ള് നമുക്ക് ലൂട്ട് ചെയ്യാൻ വേണം. അതാണ് ഇന്നത്തെ വീട്ടിലെ മെയിൻ ഗോൾസ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ഡ്രാഗനെ കൊന്നപ്പോൾ നമുക്ക് അതിന് വേണ്ട പോർട്ടലൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എൻ്റെ ഇഷ്ടം പോലെ എൻ്റർപേൾ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ള എൻ്റർപേളൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള വഴി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പോർട്ടൽ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നേരെ ഇനി അതിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് പോകാം ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇത് പോരുക. അന്നേരം നമുക്ക് ഇനി നമ്മുടെ ഡെത്ത് ആയാലും നമുക്കിനി എളുപ്പത്തിന് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയിലോട്ട്, ഒരു സേഫിന് വേണ്ടി ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റർപേൾ എറിയുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞാൽ ചിലപ്പോൾ ബോളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ നമുക്കിനി നമ്മുടെ ആർബറും നമ്മുടെ കയ്യിലുള്ള ഒന്നും തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കി നമ്മുടെ എൻ്റർപേൾ അങ്ങോട്ട് എറിയാം. ഗായ്സ്, അഡ്വാൻസ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. റിമോട്ട് ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞുള്ള അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് ഇത് നോക്കൂ, ഞാൻ ഒരു അടിയാണെങ്കിൽ ഞാൻ ആ കുഴിയിലോട്ട് വീണേനെ. നൈസ്. നമുക്ക് അവിടുന്ന് മൂവ് ചെയ്തേക്കാം. നമ്മൾ എപ്പോഴും വരുമ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വരാവുള്ളൂ. ഞാനിവിടെ ഒരു ഐലൻഡിൻ്റെ മണ്ടയില സ്പോൺ ആയത്. നമുക്ക് പണി കിട്ടുമോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പോൾ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഐലൻഡിൻ്റെ മണ്ടയിലാണ് നമ്മൾ സ്പോൺ ആയത്. അപ്പം നമുക്കിനി അങ്ങോട്ട് ബ്ലോക്ക് ഇട്ട് നോക്കണം എങ്ങോട്ടേലും നല്ല ഐലൻഡ്, വലിയ സിറ്റി വല്ലതും ഉണ്ടോ എന്ന്. അപ്പം ഞാനൊന്ന് റെൻഡർ കൂട്ടിയിട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ റെൻഡർ കൂട്ടിയിട്ടുണ്ട്. ചെറിയ ലാഗ് ഉണ്ട്. റെൻഡർ 35 ആയിട്ടിരിക്കുന്നത്. അപ്പം അങ്ങോട്ടും എല്ലാ സൈഡിലോട്ടും ഞാൻ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ എടുത്തിരിക്കുക. നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോകാം. അതാണ് നമ്മുടെ കുറച്ച് ബ്ലോക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലോക്ക് സൂക്ഷിച്ചൊക്കെ ഇട്ടിട്ട് പോകണം. അപ്പോൾ ഞാൻ റെൻഡർ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ആ സൈഡിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ എൻ്റർ ചെസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെച്ചേക്കാം. നമ്മുടെ ഫുഡൊന്ന് നമുക്ക് റീഫിൽ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബ്ലോക്ക് ആവശ്യം വരും. ബ്ലോക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഡ്രാഗൻ്റെ ഹെഡും എഗ്ഗും കൂടെ നമ്മൾ തിരിച്ച് എൻ്റർ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആരോ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് എൻ്റർപേളുണ്ട്. അപ്പം ഇത്രയും ബ്ലോക്ക് മതിയാന്ന് തോന്നുന്നു ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടുന്നും കൂടെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് പോകാം. അതാണ് ഗൈസ് സേഫ്. നമുക്ക് ഇവിടുന്നും കൂടെ കുറച്ച് പൊട്ടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് തുടങ്ങാം. ഷിഫ്റ്റ് ഞെക്കി പിടിച്ചോണ്ട് ഗൈസ് എൻ്റെ ഹൃദയം പിടിക്കുക. ഓരോ ബ്ലോക്ക് വെക്കുമ്പോൾ എൻ്റെ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ചാടിയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്പോൺ ആയത് ഒരു പൊട്ട ഐലൻഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുള്ള് കറങ്ങി നടക്കാം. 2000 years later. കുറെ നേരം തപ്പി വന്നതിന് ശേഷം നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്യാം. നമുക്ക് എൻ്റർപേൾ എറിഞ്ഞു പോവാം. എനിക്കിനി ബ്ലോക്ക് അങ്ങോട്ട് ഇടാനുള്ള മനശേഷി ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റർപേൾ എറിഞ്ഞിട്ടുണ്ട്.
എൻഡർപോൾ താഴെ പോയത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗൈസ് എനിക്കിനി ഷൾക്കർമാരുടെ പോരാട്ടമാണ്. നമുക്ക് ഷൾക്കറിനെ എല്ലാം അടിച്ച് കൊല്ലണം ഗൈസ്. ഞാൻ ഇത്രയും വലിയ ഒരെണ്ണം ആദ്യമായിട്ടാണ് ഗൈസ്. സൂപ്പർ. ഇതേ ഒരു ബോട്ടിരിപ്പുണ്ട്. ബോട്ടുള്ളതിൻ്റെ അടുത്താണ് എലൈറ്റർ ഉള്ളത്. ഓ ഷൾക്കർ ഗൈസ്, ഷൾക്കറിന്റെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഓരോരുത്തരായിട്ട് തീർത്തേക്കാം. ഇവനെ അങ്ങ് തീർക്കാം. അഡ്വാൻസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവൻ അങ്ങോട്ടോ ടെലിപ്പോർട്ടായി. നമുക്ക് ഇതിനടിയിൽ നിന്മാരെ കൊല്ലാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. നമുക്കൊരു ഷൾക്കർ ഷെല്ലും കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തവൻ അങ്ങോട്ട് ടെലിപ്പോർട്ടായി. അവൻ നമ്മളെ ഫയർ ചെയ്യുന്നുണ്ട്. ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഗൈസ് ഇവൻ നമ്മളെ മണ്ടയിലോട്ട് എത്തിക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷൾക്കർ പോയിരിക്കുന്നു. ഇനി നമുക്ക് താഴോട്ട് ചാടിയിട്ട് നമുക്ക് ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഷൾക്കേഴ്സ് നമുക്ക് മാക്സിമം ഷൾക്കർ എന്ന് വെച്ചാൽ മാക്സിമം ഷൾക്കർ ഇവിടെ ഒപ്പിക്കണം. ഒരുത്തനെ പോലും ഇവിടെ ഉണ്ട്. ലൂട്ടിങ് കണ്ടുകൊണ്ട് നമുക്ക് ഷൾക്കർ ഷെല്ലിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ കാണുന്നില്ല. നമുക്ക് മണ്ടലോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവൻ മറ്റേ ടെലിപ്പോർട്ട് ആയവനാ. ഇപ്പോൾ 2 ഷൾക്കർ ഷെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ നോക്കണം ഗൈസ്. അതേ ഒരുത്ത് നിൽക്കുന്നു. അപ്പോൾ അവനും ടെലിപ്പോർട്ടായി അങ്ങോട്ട്. എങ്ങനെയും മുകളിലേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കാം.